പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE എന്ന് പറയുന്ന കമ്പനി ഇന്ത്യക്കാരെ അടക്കം 5 റെസ്ലേഴ്സിനെ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. അപ്പോൾ ആദ്യമായി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ്, പുറത്താക്കിയവരുടെ ലിസ്റ്റിലെ ആദ്യ റെസ്ലർ ജയ ലീ എന്ന് പറയുന്ന വുമൺ റെസ്ലറാണ്. മെയിൻ റോസ്റ്ററിൽ ഒരു ജോബർ ലെവലിൽ മാത്രമാണ് താരത്തിന് പരിഗണന കൊടുത്തിരുന്നത്. NXTയിലോ മെയിൻ റോസ്റ്ററിലോ നമുക്ക് ഓർത്തു വെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ സ്റ്റോറിയും താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പുറത്താക്കലിൽ നമുക്ക് വലിയ വിഷമം ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. രണ്ടാമത്തേത് ജോയാൻ ക്വീൻ എന്ന് പറയുന്ന NXTയിലുള്ള ഒരു റെസ്ലറാണ്. അദ്ദേഹത്തെയും NXTയിലൊരു ജോബർ കണക്കിന് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പറയത്തക്ക വലിയ സ്റ്റോറിയും NXTയിൽ കിട്ടിയിട്ടില്ല. ആ താരത്തെയും പുറത്താക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത് ഇൻഡസ് ഷെർ എന്ന് പറയുന്ന ടാഗ് ടീമിലെ അംഗങ്ങളായ വീർ അതുപോലെ തന്നെ സാങ്ക, അങ്ങനെ 2 റെസ്ലേഴ്സിനെ അവരെ പുറത്താക്കി എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 2 പേരും ഇന്ത്യയിൽ നിന്നുള്ള റെസ്ലേഴ്സാണ്. ഇവർക്കും കൃത്യമായിട്ടുള്ള ഒരു പരിഗണന മെയിൻ റോസ്റ്ററിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ ഇടയ്ക്ക് റീപാക്കേജ് ചെയ്ത് ചില ജോബർ കണക്കിലുള്ള റെസ്ലേഴ്സിനെതിരെ ഒരു ടാഗ് ടീം മത്സരം കൊടുത്ത് വിജയിപ്പിക്കും എന്നുണ്ടെങ്കിൽ പോലും അവർക്കും വലിയ പുഷൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരെയും മുൻ WWE ചാമ്പ്യനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനും ഒക്കെ ആയിരുന്ന ജിന്ദർ മഹാലിനെയും അടക്കം ഇപ്പോൾ 5 പേരെയാണ് WWE റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജിന്ദർ മഹാലിനെ പുറത്താക്കി എന്നുള്ളൊരു വാർത്ത വരുന്നതിന് മുൻപ് തന്നെ ഐ ക്വിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്ദർ മഹാൽ X എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബയോ മാറ്റി 90 ദിവസം ഫ്രീ ഏജൻറ്റ് എന്നുള്ളത് ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ജിന്ദർ മഹാലിനെ WWE പുറത്താക്കി എന്നുള്ളത്. ജിന്ദർ മഹാലിനും കൃത്യമായിട്ടുള്ള സ്റ്റോറിയിൽ നിന്നൊന്നും കിട്ടിയിരുന്നില്ല. അവസാനമായി അദ്ദേഹത്തിന് കിട്ടിയത് ഒരു വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. അതിൽ സെത്തിന് ഇഞ്ചുറി പറ്റുക എന്നുള്ളത് മാത്രമല്ല, ജിന്ദർ പരാജയപ്പെടുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ റോക്കിനെതിരെ ഒരു സെഗ്മെൻറ്റും 2024 തുടക്കത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി നിർത്തിയാൽ ജിന്ദർ മഹാലിനെ ഒരു ജോബർ കണക്കിന് മാത്രമാണ് എപ്പോഴും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജിന്ദർ മഹാലിനെ പുറത്താക്കിയത് മാത്രമാണ് കുറച്ച് വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇന്ത്യയിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ടെലിവിഷൻ ടൈം കിട്ടുന്ന ഏക റെസ്ലർ ഉണ്ടായിരുന്നത് അത് ജിന്ദർ മഹാലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെയും പുറത്താക്കിയിരിക്കുന്നു. ഇവർക്കൊക്കെ 90 ദിവസം കഴിഞ്ഞാൽ മറ്റൊരു റെസ്ലിംഗ് കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സാധിക്കൂ എന്നുള്ള ഒരു അപ്ഡേറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.